സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സംസാരിക്കാം. പുത്തമ്പള്ളി യൂണിറ്റിൻ്റെ സൗഹൃദ ഛായയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. 4 എത്തി നിൽക്കുമ്പോൾ 7 പതിറ്റാണ്ട് പിന്നിട്ട് 70-ാം വാർഷികം ആഘോഷിക്കുകയാണ്. കേരളീയ മുസ്ലിം സാമൂഹിക മണ്ഡലങ്ങളിലും കേരളീയ സാംസ്കാരിക മേഖലകളിലും സ്വാന്തന പ്രവർത്തന മേഖലകളിലും ജീവകാരുണ്യ മേഖലയിലും വളരെയധികം ഉത്സാഹത്തോടുകൂടി രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി രാഷ്ട്രീയ മുന്നോട്ടുള്ള രാഷ്ട്രത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അരുതായ്മകൾക്കെതിരെ ശബ്ദിക്കുന്നതിന് വേണ്ടി സമൂഹത്തെയും സമുദായത്തെയും ഉന്നമനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സ്ഥാപിതമായ മഹത്തായ സമസ്ത കേരള സുന്നി യുവജന സംഘം 70-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പേരിൽ അപ്രമേയം അധികരിച്ചുകൊണ്ട് സൗഹൃദ ഛായ എന്ന പേരിൽ ഗ്രാമസമ്മേളനത്തിന്റെ ഭാഗമായി പുത്തമ്പള്ളി യൂണിറ്റ് സംഘടിപ്പിക്കപ്പെട്ട പരിപാടിയിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഡിസംബർ അവസാന വാരത്തിൽ തൃശ്ശൂരിൽ വെച്ച് നടക്കുന്ന കേരള യുവജന സമ്മേളനം SYSന്റെ 70-ാം വാർഷിക സമാപന സംഗമമാണ്. 2024 ജനുവരി 1 മുതൽ ഡിസംബർ അവസാന വാരം വരെ നടന്നുകൊണ്ടിരിക്കുന്ന പ്ലാറ്റിനം ഇയറിന്റെ ഭാഗമായി വ്യത്യസ്ത ജീവകാരുണ്യ സാമൂഹിക സേവന സാംസ്കാരിക പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഇങ്ങനെ ഒരു ഗ്രാമസമ്മേളനം എല്ലാ യൂണിറ്റുകളിലും സംഘടിപ്പിക്കപ്പെടുന്നത്. ഇന്ന് മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം ഇവിടെ വെച്ച് നടക്കുന്ന പൊതുസമ്മേളനത്തോടുകൂടെ ഗ്രാമസമ്മേളനം സമാപിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് നാട്ടിലുള്ള സ്നേഹജനങ്ങളെയും സൗഹൃദ ജനങ്ങളെയും മത സാമൂഹിക രാഷ്ട്രീയ ജാതി വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് സൗഹൃദം പങ്കുവെച്ച് പഴയകാല സൗഹൃദങ്ങളിലൂടെ നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്ന വ്യത്യസ്തങ്ങളായ പങ്കുവെക്കലുകൾക്ക് ഒരുമിച്ച് കൂടണമെന്ന പേരിലാണ് സൗഹൃദ ഛായ സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ട അങ്ങാടിയിലുള്ള സ്നേഹജനങ്ങളെ ഈ സൗഹൃദ ഛായ സംഗമത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും കടന്നുവന്ന് റാഹത്തോടുകൂടെ നമുക്ക് ഒരുമിച്ചിരുന്ന് സൗഹൃദം പങ്കുവെച്ച് ചായ കുടിച്ച് സന്തോഷപൂർവ്വം പിരിയാം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വർഗീയ വിഷയത്തിന്റെ ഒരു പരിണിത ഫലമാണ്. കേരളം സുന്ദരമാണ്. വർഗീയമായി ചിന്തിക്കാതെ മതേതരമായി മതനിരപേക്ഷതയോടെ ഓർത്ത് ജീവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ കേരളത്തിലെ ജനങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു സൗഹാർദ്ദാന്തരീക്ഷം ഒരിക്കലും തിരുത്താൻ പാടില്ല. ഈ ഒരു സൗഹൃദ ചരിത്രങ്ങളിലൂടെയാണ് നമ്മുടെ നാട് നാളിതുവരെ വളർന്നു വന്നത്. നമുക്കറിയാം, പഴയ കാലഘട്ടങ്ങളിൽ നമ്മുടെ രാജ്യം, നമ്മുടെ ഈ നാട് താനൂർ സ്വരൂപത്തിന്റെ വെട്ടത്വ സ്വരൂപത്തിന്റെ ഭാഗമായിരുന്നു. രായിരാമംഗലം എന്ന ഈ പ്രദേശത്ത് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന അന്നത്തെ കാലത്തുള്ള രാജരാജമംഗലം എന്നായിരുന്നു ആ രാജ്യത്തിന്റെ പേര്. അങ്ങനെയുള്ള വെട്ടത്ത് നാടിന്റെ ഭാഗമായിരുന്ന നമ്മുടെ നാട്ടിൽ പരസ്പരം സൗഹാർദ്ദാന്തരീക്ഷം അന്നു മുതലേ ഉണ്ടായിരുന്നുവെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. പോർച്ചുഗീസ് നോവലായ ലൂസിഡസ് ആ ഒരു കഥ പറയുന്നുണ്ട്. പഴയ കാലഘട്ടങ്ങളിൽ നാൻസി ഡോൺ എന്ന് പറയുന്ന ഒരു പോർച്ചുഗീസ് വ്യക്തി 1515 താനൂര് കടപ്പുറത്ത് എത്തുകയും നമുക്കറിയാം, പോർച്ചുഗീസുകാരുടെ ആദ്യ കോളനിയായിരുന്നു നമ്മുടെ താനൂർ രാജ്യം. ആ കാലഘട്ടത്തിൽ വെട്ടത്തുനാട് സ്വരൂപം എന്നറിയപ്പെടുന്ന ആ ഒരു രാജ്യമാണ് ആദ്യമായി പോർച്ചുഗീസുകാരുടെ കോളനിയായി ഇരുന്നത്. പിന്നീട് അന്നത്തെ കാലത്ത് താനൂർ രാജാവ് ക്രിസ്ത്യാനിയാവുകയും പോർച്ചുഗീസുകാരാൽ ആകൃഷ്ടരാവുകയും ക്രിസ്ത്യൻ മതം സ്വീകരിക്കുകയും
പിന്നീട് അദ്ദേഹം ഗോവയിലേക്ക് പോകുകയും തിരിച്ച് ഇവിടെ വന്ന് ക്രിസ്തു മതം പ്രചരിക്കുകയും അങ്ങനെ ഹൈന്ദവ സമൂഹം അവരുടെ നേതൃത്വത്തിലുള്ള പ്രചരണവും മുസ്ലിം സമൂഹം അവരുടെ നേതൃത്വത്തിലുള്ള പ്രചരണവും നടത്തി ഈ നാട് പഴയ കോലത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്ത ഒരു സുന്ദരമായ ചരിത്രമാണ് നമ്മുടെ താന്നൂരിന് പറയാനുള്ളത്. ആ ഒരു ചരിത്രത്തിന്റെ ബാക്കി പത്രങ്ങളാണ് നമ്മുടെ നാടുകളിലൊക്കെ ജ്വലിച്ചു നിന്നത്. നമുക്കറിയാം, നമ്മുടെ നാടിന് സൗഹൃദത്തിന്റെ കൃത്യമായൊരു കഥ പറയാനുണ്ട്. ബഹുമാനപ്പെട്ട മോല്യരും അവയുടെ ചുറ്റുഭാഗത്ത് ജീവിച്ചു പോയ അമുസ്ലിം സുഹൃത്തുക്കളായ നിരവധി വ്യക്തിത്വങ്ങൾ നമുക്ക് പറയാൻ കഴിയും. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്നത് ഞാൻ ഓർത്തു പോവുകയാണ്. അദ്ദേഹം പറയുകയാണ്, മോല്യേര് ജീവിച്ചു പോയതിനു ശേഷം, മോല്യേരാപ്പിള ജീവിച്ചു പോയതിനു ശേഷം, കൊണ്ടൂരിലെ കാതറോലേരാപ്പിളും ജീവിച്ചു പോയതിനു ശേഷം നമ്മുടെ സങ്കടം പറയാൻ ഈ നാട്ടിൽ ആരാണുള്ളത് എന്ന് അദ്ദേഹം പറയുകയും മോല്യേരിൽ നിന്ന് അദ്ദേഹത്തിനുണ്ടായ അനുഭവം, അതുപോലെ തന്നെ കുണ്ടൂർ ഉസ്താദിൽ നിന്ന് അദ്ദേഹത്തിനുണ്ടായ അനുഭവം, കന്നുകൂട്ടുന്ന സമയത്ത് കാലിൽ കുത്തി തറച്ചതും അങ്ങനെ പഴം മന്ത്രിച്ചു കൊടുത്ത് ആ അസുഖം ഭേദമായതൊക്കെ അദ്ദേഹം ഇന്നുകയുണ്ടായി. ഇതാണ് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞുപോയ സൗഹാർദ്ദത്തിന്റെ കൃത്യമായൊരു അന്തരീക്ഷം. ഈ നാട് കെടാൻ പാടില്ല, ഈ വെളിച്ചം ഒരിക്കലും അണയാൻ പാടില്ല. അതാണ് നമ്മൾ ഈ സൗഹൃദ ചായ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇത് ഇന്ന് കേരളത്തിലേക്ക് ഇപ്പോൾ നമുക്കറിയാം, കക്ഷി രാഷ്ട്രീയത്തിന്റെ പേരിൽ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ അത് വർഗീയമായി ചിന്തിക്കുന്നവർ പരസ്പരം കക്ഷി രാഷ്ട്രീയത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് വർഗീയ ആരോപണങ്ങൾ നടത്തുകയാണ്. അവരാണ് വർഗീയവാദികൾ, തിരിച്ച് ഇങ്ങോട്ട് തിരിഞ്ഞ് ഇവരാണ് വർഗീയവാദികൾ, അവരാണ് ട്രോളിയിൽ കാശ് കൊണ്ടുവന്നവർ, ഇവരാണ് ട്രോളിയിൽ കാശ് കൊണ്ടുവന്നവർ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചേരിപ്പോര് നടത്തി പരസ്പരം വർഗീയതയ്ക്ക്, ആ വർഗീയ വിഷയങ്ങൾക്ക് നമ്മുടെ നാടിൽ വേരൂന്നാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ പൂരം നാടിലെ സൗഹൃദാന്തരീക്ഷം പൂർണ്ണമായും നശിപ്പിക്കാനും ഈ ഒരു സ്നേഹമുദ്രകളെ മായ്ച്ചു കളയാനുമുള്ള ഹീനമായ ശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ശുദ്ധ മതസ്ഥരായ നമുക്കറിയാം, നമ്മുടെ നാട് പരസ്പരം ആചാരങ്ങളിലെ പങ്കുവെക്കലല്ല മതേതരത്വം എന്ന് പറയുന്നത്. പരസ്പരം ഓണം ഉണ്ണുക, പരസ്പരം പെരുന്നാളിന് എല്ലാവരും കൂടി ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടി നമ്മുടെ ആചാരങ്ങൾ അവരും നടത്തുക, അവരാചാരങ്ങൾ നമ്മൾ നടത്തുക എന്നതല്ല. പരസ്പരം സ്നേഹത്തിൽ പരമാവധി ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ ആചാരങ്ങൾ അവരവരുടേത് നടത്തുകയും അതോടൊപ്പം പരസ്പരം അവരുടെ അവകാശങ്ങളെ ഹനിക്കാതെ സ്നേഹപൂർവ്വം മറ്റുള്ളവരുടെ അവകാശങ്ങൾ കൂടി പരിഗണിക്കുകയും ചെയ്യുന്ന സുന്ദരമായൊരു വ്യവസ്ഥിതിക്കാണ് മത സൗഹാർദ്ദം, മതനിരപേക്ഷത എന്നൊക്കെ പറയുന്നത്. അത് നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയുടെ പുരാതന കാലം മുതലുള്ള ഒരു നമുക്കറിയാം